അപ്പോൾ രാവിലെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്നൊന്ന് ഓടി വാ, അവ ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കണം, ഒന്ന് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി വന്ന് നോക്കിയപ്പോൾ അവ ഇങ്ങനെ കിടക്കുന്ന ദേഹമൊക്കെ ഒരുമാതിരി നീല കളറിലൊക്കെ ആയി, ശരീരമൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ അവള് കൊച്ചിൻ്റെ അമ്മ ഉറങ്ങി ചേച്ചി ഒരു അനക്കം ഉണ്ടെന്ന് പറയുന്നു, അപ്പം ഒന്ന് നോക്കുമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ CPR കൊടുത്തു നോക്കിയിട്ടും പൾസൊക്കെ പിടിച്ച് നോക്കിയിട്ട് പൾസൊന്നും കിട്ടിയില്ല. ഞാൻ പറയും എന്തായാലും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചിട്ട് നമുക്ക് എന്തായാലും കൊണ്ടുപോകാം എന്നും പറഞ്ഞ് പിന്നെ ആംബുലൻസ് ഞാൻ തന്നെ വിളിച്ചിട്ട് അങ്ങനെയാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അവൻ്റെ അവസ്ഥ ഒരു വല്ലാത്തൊരു, കാരണം വന്നപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ജീവനുണ്ടോ ഇല്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്തായാലും നമ്മൾ ഇവിടെ വച്ച് നോക്കണ്ടല്ലോ, അതാണ് പിന്നെ ആംബുലൻസ് വിളിച്ചങ്ങ് വിട്ടത്. എന്നെ വിളിച്ചപ്പോൾ ഒരു 7 മണി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചത്. ഞാൻ താമസിക്കുന്ന ചാവടിയുടെ കുറച്ച് താഴെ തന്നെ. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എനിക്ക് നൈറ്റ് ആയിരുന്നു ഇന്നലെ. അപ്പം അങ്ങനെ രാവിലെ 6:45 7 മണിയൊക്കെ ആയ സമയത്താണ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞത്, പെട്ടെന്നൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. അവിടുത്തെ ഡോക്ടറെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആംബുലൻസ് വിളിച്ച് വിട്ടാൽ മതി, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കൊണ്ടുപോയാൽ മതി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ചിട്ട് ഞാൻ ഉടനെ ഇവിടെ ഓടി വന്ന് അവർ അതിഥി ആംബുലൻസ് പെട്ടെന്ന് വന്നു. അവർ ഉടനെ വന്ന് അവർ എന്നെ ഉടനെ സ്ട്രെച്ചറിലേക്ക് കൊണ്ടുപോയി. എന്താ? ആ, ചേട്ടൻ്റെ ഒരു ബന്ധുവാണ്. നല്ല പഠിക്കാനൊക്കെ നല്ല അറിവുള്ള നല്ല കുട്ടിയാണ്, നല്ലൊരു ഇതാണ്. അവ എന്തായാലും സ്വന്തമായിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യൂല. എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത്. പക്ഷെ നല്ലൊരു കുട്ടിയാണ്, പഠിക്കുന്നത് നല്ല സ്നേഹമുള്ളത്, പഠിക്കുന്ന നല്ലൊരു ബുദ്ധിയുള്ള നല്ലൊരു കുട്ടിയാണ്. സ്ഥിരം രാവിലെ 6:45 കൊച്ചു കുട്ടിയും കയ്യിൽ തൂക്കി പിന്നെ ലഞ്ച് ബോക്സും എല്ലാം വെച്ചിട്ട് രണ്ടുപേരും കൂടെ ആയിട്ട് വന്ന് ഈ മുക്കിൽ ചാവടി വില്ലേജ് ഓഫീസ് നടയിൽ വന്ന് നിന്ന് ചിന്മയുടെ വണ്ടി വരും. വണ്ടി വന്നിട്ട് ഒരുമിച്ച് പോവുകയാണ് പതിവ്. ഇവിടങ്ങളിൽ ആരുമായിട്ടൊരു കൂട്ടോ ഉടച്ചുപുറോ ഒന്നുമില്ല. നല്ല സ്വഭാവമാണ്. ഒരു ചിരി മാത്രമേ ചിരിക്കുള്ളൂ. ഇവിടെ ഇവിടുത്തെ നിഷാദിൻ്റെ മോനാണ് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടും. അതായത് അപ്പു പണിക്കര കൃഷ്ണൻകുട്ടി പണിക്കര മോൻ്റെ മോൻ ഒരുമായിട്ടാണ് കൂട്ടുള്ളത്. അങ്ങനെ വേറെ ഒരു ദുശീലമോ വേറെ ഒരു ഇതും പറയാനൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. കാരണം കൈയും കാലും ഒക്കെ നല്ല ഒരു നീല നിറം പോലെ ആയി. എന്നിട്ട് ഞാൻ വിചാരിക്കണം, അയ്യോ വല്ല പാമ്പും എല്ലാം കടിച്ചോ എന്താ പിള്ളേ. ഈ മുറിക്കകത്ത് തുണികളെല്ലാം വാരി കൊലഞ്ഞ രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ പോലീസ് വന്നപ്പോഴും ഞാൻ അകത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്ത് പിള്ള. അങ്ങനെ അയൽവക്കത്തെ ഒരു സംസാരമോ തള്ളയുമായിട്ടൊരു സംസാരമോ ഒന്നുമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിപ്പോയി. അയലുകാർക്കെല്ലാം അതിശയം തന്നെയായിരുന്നു, എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം പറയുന്നത് അതിനകത്ത് ഇങ്ങനെ ചെറിയ വയറില്ലേ, ആ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വയ്ക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു, അടയാളം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് എന്താണെന്നുള്ളത് ഞാൻ കണ്ടില്ല. പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ശരീരത്തിനുള്ള ഈ നീല നിറം പോലെ വന്നപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഇങ്ങനത്തെ കാര്യം എനിക്ക് തോന്നിയില്ല. പാമ്പ് ഉയരോട്ട് എഴഞ്ഞ് കയറിയോ, ഇവിടെ പാമ്പുള്ള സ്ഥലമാണ്, അങ്ങനെ വല്ലതും തന്നെ എന്തോ പിള്ളേക്ക് സംഭവിച്ചത് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ ദുഃഖിച്ചാണ് ഉണ്ടാകാൻ അങ്ങനെ നിന്നത്. ഇത് ആൾക്കാരെല്ലാം വന്ന് അന്തം വിട്ടല്ലേ ആൾക്കാർ. എന്ന് വെച്ചാൽ അവരങ്ങനെ ഒന്നിനും പോണ ആൾക്കാരൊന്നും അല്ല. ഒരു കാര്യത്തിനും പോകില്ല, ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. വല്ലതും ഉണ്ടെങ്കിൽ ചെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തരും, ഇല്ലെന്നുണ്ടെങ്കിൽ പറയും ലൈല ഇല്ല എന്ന് പറയും. ആരും ഒരു കാര്യത്തിനും പോകില്ല. പാവം നല്ല കുടുംബമേ നല്ല പാവപ്പെട്ട കൂട്ടങ്ങളാണ്. ഒരു മനുഷ്യരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ രാവിലെ വന്നപ്പോൾ അവൻ തറയിൽ കിടക്കുകയായിരുന്നു, നീല നിറമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോഴും എന്നെ ആംബുലൻസ് വന്ന് അവനെ കൊണ്ടുപോയി. വേറെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ഞാൻ രാവിലെ ഒരു 6-6:30 ഇവിടെ വന്നു. അപ്പോഴാണ് കണ്ടത്. ഇത് താഴെയാണ്. ഞാൻ ഞായറാഴ്ച വന്ന് കണ്ടിട്ട് പോയിരുന്നു. കുട്ടിയുടെ മാമിയായിട്ട് വരും, മാമിയാണ് അവന്റെ അച്ഛൻ്റെ സഹോദരി, കുഞ്ഞമ്മേരെ മോള്. നല്ല മിടുക്കനാണ് എല്ലാ കാര്യത്തിലും. ഇന്നിനും അവന് വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. അറിയില്ല. ഇന്നലെ രാത്രി 10:30 എന്തോ കിടക്കാൻ കയറി. പിന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ രാവിലെ വന്ന് കണ്ടത്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു.
ആ കളിച്ചോണ്ടൊക്കെ ഇരുന്നു. ആ എല്ലാവരും സംസാരിച്ചോണ്ട് കളിച്ചോണ്ടൊക്കെ ഇരുന്നതാ. വേറെ ഒരു കുഴപ്പമില്ല.